അനേകരാജനം രക്ഷിതാവിനെ അറിയാതിരിക്കുമ്പോൾ ഇനിയും ഭൂമിയിൽ അനേകരാജനം രക്ഷിതാവിനെ അറിയാതിരിക്കുമ്പോൾ അലസമനസ്സുമായി ഞാനിരിക്കുവാൻ അനുവദിക്കല്ലേ എൻ രക്ഷക. അലസമനസ്സുമായി ഞാനിരിക്കുവാൻ അനുവദിക്കല്ലേ എൻ രക്ഷക. ഒന്നു മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു, ദൈവമേ നിന്റെ മുഖം കാണുവാൻ എന്റെ മാനസം വാഞ്ചിക്കുന്നു. നാഥ നിന്റെ ശബ്ദം കേൾക്കുവാൻ. ഒന്നുകൂടെ എല്ലാവരും കൂടെ ചേർന്ന് ആദ്യം മുതൽ അവസാനം വരെ ചേർന്ന് പാടാം. ഒന്നു മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു, ദൈവമേ നിന്റെ മുഖം കാണുവാൻ എന്റെ മാനസം വാഞ്ചിക്കുന്നു. നാഥ നിന്റെ ശബ്ദം കേൾക്കുവാൻ. ഒന്നു മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു, ദൈവമേ നിന്റെ മുഖം കാണുവാൻ എന്റെ മാനസം വാഞ്ചിക്കുന്നു. നാഥ നിന്റെ ശബ്ദം കേൾക്കുവാൻ. പാപയിമ്പങ്ങൾ നിറഞ്ഞ ലോകത്തിൽ പാവനനായി ഞാൻ നിൻ സേവ ചെയ്യുവാൻ. പാപയിമ്പങ്ങൾ നിറഞ്ഞ ലോകത്തിൽ പാവനനായി ഞാൻ നിൻ സേവ ചെയ്യുവാൻ. ആത്മശക്തിയാൽ ശുദ്ധീകരിക്കണേ, ആദ്യ സ്നേഹത്താൽ ജ്വലിക്കുവാൻ. ഓഡിറ്റോറിയം. സാറെന്തോ പേരെന്തോ? എൻ്റെ ബാബു ഡാനിയൽ. സാറാണ് അതിൻ്റെ സൂപ്പർവൈസർ. ഓ ശരി. കൂട്ടിലാടാ. ശക്തിയോടെ ജീവിപ്പാൻ ആത്മനൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ ആത്മദായകനേ
ദായകാദിനം. ഏറെ സന്തോഷം നൽകുന്ന ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് ഭദ്രാസനത്തിൻ്റെ വിഷൻ എക്സ്പോ ആയി വിവിധ ഇടവുകളിൽ നിന്ന് ഇത്രയും പേര് കാവൽ സന്ദർശിക്കുന്നത് നിങ്ങൾക്ക് വളരെ സന്തോഷം നൽകുന്നു. പ്രത്യേകിച്ച് ഇതിന് നേതൃത്വം നൽകുന്ന സ്റ്റാഫ് ഞങ്ങൾ വർഷങ്ങൾ നീണ്ട വലിയ സൗഹൃദമാണ്. ഇവിടെ അച്ഛനോട് ഒരുമിച്ച് ഞങ്ങൾക്ക് ഒരു ഭദ്രാസനത്തിൽ പ്രവർത്തിക്കാനായിട്ട് തിരുവനന്തപുരം സഹായിച്ച അനുകൂലം തുടങ്ങിയ വലിയ സ്നേഹമുണ്ട്. ഇപ്പോഴും തുടരുവാൻ തിരുവനന്തപുരം ഇടയായിരുന്നു. പ്രത്യേകിച്ച് ഇവിടെ അച്ഛനോട് പ്രത്യേക സന്തോഷം ഈ സമയത്ത് അറിയിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് ഒരു സമയ ചേഞ്ച് അവസാനമായിരുന്നു കാവൽ വെച്ചിരുന്നത്. എന്നാൽ ചില റീഅറേഞ്ച് ചെയ്താണ് ഈ സമയത്തേക്ക് ആക്കിയത്. സാധാരണ എല്ലായ്പ്പോഴും മിഷൻ എക്സ്പോ വരുമ്പോൾ അവസാനം കാവലുകൊണ്ടാണ് അവസാനിക്കാറുള്ളത്. എന്നാൽ ഞങ്ങൾക്ക് ഇന്ന് വൈകിട്ട് 4 മണി മുതൽ ഒരു കൺവെൻഷൻ വൈകിട്ടുള്ളതുകൊണ്ടാണ് നമ്മുടെ മേയാറ്റേരെ പള്ളി 4 മണിയാകുമ്പോൾ ഞങ്ങൾ പോകും. അച്ഛനോട് പറഞ്ഞ സമയമൊന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് റീഅറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു. അച്ഛനത് പ്രകാരം ക്രമീകരിച്ചതുകൊണ്ടാണ് ഈ ഒരു സമയക്രമം തീരുമാനം ഇടയാക്കുന്നത്. പക്ഷേ കാവലിനെ കുറിച്ച് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകാം. ഭാഗ്യസ്മരണീയനായ സക്കറിയാസ് മാർ തിയോഫിലോസ് സഫ്രൻ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ വലിയ ദീർഘവീക്ഷണത്തിന്റെ ഫലമായി ആരംഭിച്ച ഒരു പ്രോജക്റ്റാണ് കാവൽ. തിരുമേനിയുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഈ പ്രദേശത്ത് അല്ലെങ്കിൽ തീരദേശ മേഖലയിലുള്ള ജനങ്ങളുടെ കണ്ണീരൊപ്പുക, അവരെ ചേർത്ത് നിർത്തുക, അവർക്കൊരാശ്വാസമായി തീരുക എന്നുള്ളതായിരുന്നു തിരുമേനിയുടെ വലിയ സ്വപ്നം. അതുകൊണ്ട് തന്നെ ആ സ്വപ്നം ഒട്ടും ഒളിമങ്ങാതെ ഇത്രത്തോളം പ്രവർത്തിക്കാൻ നമ്മൾ സഹായിച്ചു. അനേക പ്രോജക്റ്റുകൾ ഈ കാവലിന്റെ നേതൃത്വത്തിൽ ഈ നാളുകൾ നടത്തപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മുടെ ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിന്റെ ഏറ്റവും കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഒരു സ്ഥാപനമാണ് കാവൽ ചാരിറ്റബിൾ സൊസൈറ്റി. 650 ക്യാൻസർ രോഗികളാണ് ഈ സ്ഥാപനത്തിന്റെ കീഴിൽ ഇപ്പോൾ ഉള്ളത്. എല്ലാ മാസവും നമ്മൾ ഭക്ഷണ കിറ്റുകൾ നൽകാറുണ്ട്. അത് മാത്രമല്ല അവരുടെ ചികിത്സാ സഹായം, അവരുടെ ചികിത്സ പ്രയോറിറ്റി അനുസരിച്ച് അവരുടെ ചികിത്സാ സഹായങ്ങൾ നൽകി വരുന്നു. നമുക്ക് 2 ആംബുലൻസ് ഉണ്ട്. 2 ആംബുലൻസും അവരെ ഫ്രീ ഓഫ് കോസ്റ്റിൽ രൂപ വാങ്ങാതെ RCCയിൽ, അതോടൊപ്പം തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അവരെ കൊണ്ടുപോകുന്ന ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുപോകുന്ന ശുശ്രൂഷയും ഈ കാവലിനെ ഏറ്റെടുത്തിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു ക്യാൻസർ രോഗം ബാധിച്ചാൽ അതിൻ്റെ പ്രയാസം എത്രമാത്രമുണ്ട് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരു പക്ഷെങ്കിൽ നമ്മുടെ കുടുംബം തന്നെ വളരെയധികം പ്രയാസത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ക്യാൻസർ എന്ന് പറയുന്നത്. അത് സാമ്പത്തികമായിട്ട് മാത്രമല്ല, സാമ്പത്തികം വളരെ ഒരു ഘടകമാണ്. അത് മാത്രമല്ല, അതോടൊപ്പം തന്നെ അത് ചേർത്ത് നിർത്താൻ ആരുമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകും പലപ്പോഴും. അങ്ങനെയുള്ളവരൊക്കെ ചേർത്ത് നിർത്തുന്ന ഒരു വലിയ ശുശ്രൂഷയാണ്. ഞങ്ങൾക്ക് ഈ നാളുകൾക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാൻ പക്ഷേ നേരത്തെ വന്നിട്ടുള്ളവരുടെ കുറച്ചൊക്കെ അനുഭവങ്ങൾ ഞങ്ങൾ പങ്കിട്ടിട്ടുണ്ട്. ഈ പലതരത്തിലുള്ള ക്യാൻസർ രോഗത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ കഴിഞ്ഞിടയിലാണ് ഒരു പെൺകുട്ടി, 2 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി കണ്ണിന് ക്യാൻസർ ബാധിച്ചത്. നിങ്ങൾ ഒരുപാട് ക്യാൻസറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവാം. അത് നമ്മുടെ ബ്ലഡ് ക്യാൻസർ ആകാം, ബോൺ ക്യാൻസർ ആകാം, ബ്രസ്റ്റ് ക്യാൻസർ ആകാം, പലതും. പക്ഷെ കണ്ണിന് ക്യാൻസർ ബാധിച്ച് വളരെയധികം പ്രയാസത്തിലൂടെ 2 വയസ്സുള്ള പെൺകുട്ടിയാണ് വളരെയധികം പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ഒരു കുട്ടി. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരാൾക്ക് പൈസ നൽകാനായിട്ട് ഒരു വീട്ടിൽ പോയി. അത് 4 വയസ്സുള്ള അക്ഷിത് എന്ന് പറയുന്ന ഒരു മോന് വേണ്ടിയിട്ടാണ്. മോന് ചികിത്സാ സഹായത്തിന് വേണ്ടി പോയി. പക്ഷെ ചെന്നപ്പോഴാണ് ആ വീട്ടിലെ ഒരു സാഹചര്യം ഞങ്ങൾക്ക് മനസ്സിലായത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുഞ്ഞിന്റെ പിതാവ് അതിന്റെ രക്തപിത്തം ബാധിച്ച് അത് ഏറ്റവും അങ്ങേ വേഴ്സായി അദ്ദേഹത്തിന്റെ ലിവർ മുഴുവൻ അടിച്ചുപോയി എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർമാർ പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ ചെന്നപ്പോൾ കണ്ട ഒരു കാഴ്ച, ഈ കുഞ്ഞിന്റെ മാതാവ് കാല് എവിടെയോ വീണതാണ്. കാല് 4-5 കഷ്ണങ്ങളായിട്ട് ഒടിഞ്ഞ് കാല് തറയിൽ കുത്താൻ പോലും, അവർക്ക് കട്ടിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ വരികയാണ്. ഈ കുഞ്ഞിനെ കൊണ്ട് ചികിത്സയ്ക്ക് പോകാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ആ കുടുംബം. അങ്ങനെയുള്ളവരെ ചേർത്ത് എവിടെയോ ഇതിൽ ഈ 650 പേരിൽ 30 പേര് 5 വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങളാണ്.
അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഭയാനകത എത്രമാത്രം ഉണ്ട് എന്ന് ഊഹിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള 650 ക്യാൻസർ രോഗികളാണ് ഈ നാടുകളിൽ കാവൽ ചേർത്ത് നിർത്തിക്കൊടുക്കുകയും അവർക്കൊരു ആശ്വാസമായി തീർന്നുകൊടുക്കുകയും അവർക്കെല്ലാ മാസവും ഭക്ഷണ കിറ്റുകൾ നൽകിക്കൊടുക്കുകയും ഇതിന് ശുശ്രൂഷയിൽ 76 വോളണ്ടിയേഴ്സ് ഈ പ്രദേശങ്ങളിലുള്ള നമ്മുടെ ഇടവകയിലെ പ്രിയപ്പെട്ടവർ അവർ സ്വമേധയാ ഈ ഒരു വലിയ ശുശ്രൂഷ ഏറ്റെടുത്ത് 76 വോളണ്ടിയേഴ്സ് നമുക്ക് ഇതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ വോളണ്ടിയേഴ്സിൽ 15 മുതൽ 20 വരെയുള്ള ക്യാൻസർ പേഷ്യൻസും. അങ്ങനെയാണ് ഈ ഒരു കരുതൽ പ്രോജക്റ്റിനെ വളരെ അനുഗ്രഹീതമായി മുന്നോട്ട് കൊണ്ടുവരാൻ സഹായിച്ചിട്ടുണ്ട്. ഒരു പ്രോജക്റ്റാണ് സമൃദ്ധി, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം നൽകുന്ന ഒരു പ്രോജക്റ്റാണ് സമൃദ്ധി. ഇതിലൂടെ വ്യത്യസ്തമാണ്. നമ്മുടെ ഭദ്രാസനം മുഴുവനായി ഏറ്റെടുത്ത് നടത്തുന്ന ഒരു പ്രോജക്റ്റാണ് സമൃദ്ധി എന്ന് പറയുന്നത്. എന്നാൽ ഈ പ്രദേശത്തുള്ള ഞങ്ങൾ സാധാരണ തിരുമേനി വന്നത് പ്രായമായതും കുക്ക് ചെയ്യാൻ കഴിയാത്തതുമായ പ്രിയപ്പെട്ടവർക്ക് ഭക്ഷണം വിധിക്കും. ഞങ്ങൾ അതിൻ്റെ സർവേക്ക് പുറപ്പെട്ടുള്ളൂ. ഒരുപാട് സംഭവങ്ങളുണ്ട്, പറയാൻ സമയം അതില്ലാത്തതിനാൽ ഞാൻ ഒന്നും പറയുന്നില്ല. ഞങ്ങൾ സർവേക്ക് പുറപ്പെട്ടപ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ചകളിൽ മെന്റലി ചലഞ്ചഡായിട്ടുള്ള, ഫിസിക്കലി ചലഞ്ചഡായിട്ടുള്ള പ്രിയപ്പെട്ടവർ, അങ്ങനെ അവരെ മാത്രം ഞങ്ങൾ തിരഞ്ഞെടുത്തു. 52 പേര് മെന്റലി ഫിസിക്കലി ചലഞ്ചഡായി ഒരു നിവൃത്തിയുമില്ലാത്ത പ്രിയപ്പെട്ടവർക്ക് ഉച്ചഭക്ഷണം നൽകുന്ന സമൃദ്ധി പ്രോജക്റ്റ്. 28 കിടപ്പ് രോഗികളെ ഭവനങ്ങളിൽ പോയി ശുശ്രൂഷിക്കുന്ന കനിവ് പെയിൻ ആൻഡ് പാലിയേറ്റീവ്. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായിട്ടുള്ള 1000 കുഞ്ഞുങ്ങൾക്കാണ് ഈ വർഷം നമ്മൾ പഠന ഉപകരണങ്ങൾ വിതരണം ചെയ്യാനായിട്ട് ഇടയായത്. നിങ്ങളോട് തീരദേശത്തേക്ക് ഇനിയും തൃക്കുന്നപ്പുഴയിലൊക്കെ പോകാൻ പോവുകയാണ്. നിങ്ങൾക്ക് തൃക്കുന്നപ്പുഴയിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ ഒരു സാഹചര്യങ്ങൾ മനസ്സിലാക്കും. ആ ഏരിയയിലൊക്കെ ഉള്ള 1000 കുഞ്ഞുങ്ങൾക്ക് 1200 രൂപ വരെയുള്ള സ്കൂൾ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുവാനായിട്ട് ദൈവം തമ്പുരാൻ സഹായിച്ചു കൊടുക്കുകയും ഇതുള്ള വളരെ അനുഗ്രഹീതമായ ഒരു ശുശ്രൂഷയാണ്. ഒത്തിരി പറയാനായിട്ടുണ്ടെങ്കിൽ ഞാനിത് അവസാനിപ്പിക്കുകയാണ്. ഈ നാളുകളിൽ ഞങ്ങൾ തുടങ്ങിയ 2 പ്രോജക്റ്റുകൾ, കാവൽ വോയിസ്, കാവൽ ഗോസ്പൽ ടീം. അതായത് വിവാഹത്തിന് ഇവിടെ അച്ഛന്മാരുടെയൊക്കെ നേതൃത്വത്തിൽ പോയി ഗാനങ്ങൾ ആലപിക്കും. അതിനകത്ത് നിന്ന് ഒരു വരുമാനം ലഭിക്കും. ആ വരുമാനം ആർക്കും 1 രൂപ പോലും കൊടുക്കാറില്ല. അതെല്ലാം ഈ ക്യാൻസർ രോഗികളെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാവൽ ഗോസ്പൽ ടീം വിവിധ ഇടവുകളിൽ പോയി കൺവെൻഷനൊക്കെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം മാത്രമേ 26 ഇടവുകൾ സന്ദർശിച്ച് കാവൽ ഗോസ്പൽ ടീമിന്റെ നേതൃത്വത്തിൽ കൺവെൻഷൻ ക്രമീകരിക്കാനായിട്ട് ഞങ്ങൾ സഹായിച്ചു. ഇന്ന് കൺവെൻഷനാണ്. ഇന്ന് മുതൽ 3 ദിവസം ഉമ്മയാറ്റുകര പള്ളിയിലെ കൺവെൻഷനാണ്. അടുത്ത ആഴ്ചയിൽ ഇലന്തൂരും വലിയ പള്ളിയുടെ കൺവെൻഷനിലാണ്. അപ്പൊ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് ദൈവം സഹായിച്ചു. നിങ്ങൾ കാവലിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞാൻ എപ്പോഴും പറയും, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യം. ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നതാണ്. നിങ്ങൾ കാവലിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. കാവലിൽ 2 അച്ഛന്മാരാണ്. പ്രിയപ്പെട്ട റോഷനച്ഛൻ, ഇതിന്റെ വാളകം സ്വദേശിയാണ്. അതോടൊപ്പം തന്നെ 76 വോളണ്ടിയേഴ്സ് ഉണ്ട്. അവരുടെ എല്ലാം ഒരുമിച്ചുള്ള പ്രവർത്തനമാണ് കാവലിനെ ഈ നാളുകളിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഒരു മാസം ഏകദേശം 12 ലക്ഷം രൂപ മുതൽ 15 ലക്ഷം രൂപ വരെയാണ് ഇവിടെ ചെലവാകുന്നത്. നിങ്ങൾക്കറിയാം, 12 ലക്ഷം രൂപ മുതൽ 15 ലക്ഷം രൂപ വരെ കണ്ടെത്തുക എന്നുള്ളത് ഇത്രമാത്രം പ്രയാസമേറിയ ഒരു കാര്യമാണ്. ദൈവം നമ്മളെ അത്ഭുതകരമായിട്ട് നടത്തും. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഓഡിറ്റോറിയം നിർമ്മിക്കണമെന്ന് ആഗ്രഹിച്ചു. അതിന്റെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്. കാരണം ഇനി മുമ്പോട്ട് പോകുന്നതോറും നേരത്തെയൊക്കെ വിദേശങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഫണ്ട് ലഭിക്കുമായിരുന്നു. എന്നാൽ ഇന്ത്യൻ ഗവൺമെന്റിന്റെ പുതിയ നിയമങ്ങൾ അനുസരിച്ച് നമുക്ക് 1 രൂപ പോലും സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥയായതിനാൽ ഇൻകം ജനറേറ്റ് നമുക്ക് ഇവിടെ നിലനിൽക്കാൻ തക്കവണ്ണം ഇൻകം കിട്ടണമെന്നുള്ള ഉദ്ദേശത്തോടെ ഒരു ഓഡിറ്റോറിയം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് ഓർക്കണം. ഈ ക്യാൻസർ രോഗികളെ പ്രാർത്ഥനയിൽ ഓർക്കണം. അത് വോളണ്ടിയേഴ്സിന്റെ പ്രാർത്ഥനയിൽ ഓർക്കണം. നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അത് നിങ്ങളുടെ ബർത്ത്ഡേ ആകാം, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വെഡിങ് ആനിവേഴ്സറി ആകാം, എന്തെങ്കിലും കൂതാശകളാകാം. അതൊക്കെ നടക്കുമ്പോൾ ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ കഴിഞ്ഞുവെങ്കിൽ അതേറെ സന്തോഷമാണ്, അതേറെ അനുഗ്രഹമാണ്. നിങ്ങൾ വന്നതിനുള്ള പ്രത്യേക സന്തോഷം ഈ സമയത്ത് അറിയുന്ന പ്രത്യേകിച്ച് പ്രിയപ്പെട്ട അച്ഛനോടുള്ള കടപ്പാട് ഈ സമയത്ത് അറിയിക്കും. എല്ലാവരും വളരെ സന്തോഷത്തോടെ കാവലിലേക്ക് സ്വാഗതം ചെയ്യും. ചോദിക്കാനുണ്ടോ, അറിയാനുണ്ടോ?
യേശു കഴുതയുടെ പുറത്ത് കയറി ഹോശാന ദിവസം പോയതിനെ കുറിച്ച് എഴുതി. യേശു കഴുതയുടെ പുറത്ത് കയറി യെരുശലേമിലേക്ക് യാത്ര ചെയ്തു എന്ന് എഴുതേണ്ടിയിടത്ത്, എന്ന് ടൈപ്പ് ചെയ്യേണ്ടിയിടത്ത് ആ പെൺകുട്ടി ടൈപ്പ് ചെയ്ത് യേശു കഴുതയെയും പുറത്ത് കയറ്റി യെരുശലേമിലേക്ക് യാത്ര ചെയ്തു എന്നാണ്. യേശു കഴുതയും പുറത്ത് കയറ്റിക്കൊണ്ട് പോകുന്ന ആ പോക്ക് അത് വളരെ വിചിത്രമായിരിക്കും. ഇത്രയൊക്കെയാണ് ഓർമ്മ വരുന്നത്. ഇനി മൈക്ക് ആരുടെയിലോട്ട് കുമാരകോടി. കുമാര നാശാൻ മാർഗ SDP. അതൊന്ന് കേൾക്കുമ്പോൾ നമുക്ക് സങ്കടമുണ്ട്.